6 പതിറ്റാണ്ടിലേറെക്കാലം മഴയും വെയിലും മഞ്ഞും സഹിച്ച ഊരിലെ മുഴുവൻ മനുഷ്യരുടെയും സ്വപ്നസാഫല്യമാണിത്. പീച്ചി ഡാമിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 1957 കാലഘട്ടത്തിൽ വനത്തിൽ താമസിച്ചിരുന്ന മലയൻ വിഭാഗത്തിലുള്ളവരെ അവിടെ നിന്നും കുടിയൊഴിപ്പിക്കുകയും അവർ കുടുംബത്തോടെ താമരവെള്ളച്ചാൽ, മണിയൻകിണർ, ഒളകര എന്നീ സ്ഥലങ്ങളിലെത്തുകയും ചെയ്തു. താമരവെള്ളച്ചാൽ, മണിയൻകിണർ എന്നിവിടങ്ങളിലെത്തിയവർക്ക് വനാവകാശ നിയമപ്രകാരം നേരത്തെ തന്നെ രേഖകൾ അനുവദിച്ചു നൽകി. ഒളകരയിൽ താമസിച്ചവർക്ക് ഭൂമിയുടെ രേഖ നൽകിയിരുന്നില്ല. 6 പതിറ്റാണ്ട് നീണ്ട പോരാട്ടത്തിനൊടുവിൽ അവർക്ക് അത് ലഭിച്ചു. സ്ഥലം MLA കൂടിയായ റവന്യൂ മന്ത്രി കെ രാജൻ ഇടപെട്ട് ഒരു കുടുംബത്തിന് 1.5 ഏക്കർ സ്ഥലം എന്ന രീതിക്കാണ് രേഖകൾ നൽകിയത്. വിപുലമായ ചടങ്ങ് ഒരുക്കിയിരുന്നെങ്കിലും അപ്രതീക്ഷിതമായി കനത്ത മഴ പെയ്തു. കോരിച്ചൊരിയുന്ന മഴയെ വകവയ്ക്കാതെ ഒളകര ഉന്നതിയിൽ വനാവകാശ രേഖ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവരോടൊരു വാക്കു പറഞ്ഞിരുന്നു, ഞങ്ങൾ ഉള്ള കാലത്ത് ഇവർക്ക് ഞങ്ങൾ തന്നെ ഉള്ളപ്പോൾ വനാവകാശ രേഖ കൈമാറും. വനാവകാശ രേഖ കൈമാറി എന്ന് മാത്രമല്ല, ഗവൺമെൻറ് ഒരു പുതിയ ഉത്തരവ് പുറത്തിറങ്ങി. വനാവകാശ രേഖയുള്ള വനഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളാക്കി ടാക്സ്, നികുതി അടയ്ക്കാനുള്ള അവകാശം അവർക്ക് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരുവാനുമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന മന്ത്രിസഭയുടെയും ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള ആവേശകരമായ തുടക്കമാണ് ഇന്നിവിടെ ഉണ്ടായിട്ടുള്ളത്. പതിറ്റാണ്ടുകളായുള്ള തങ്ങളുടെ പൂർവികരുടെ ആഗ്രഹം നിറവേറിയതിന്റെ സന്തോഷത്തിന്റെ പ്രതീകമാണ് ഈ മഴയെന്ന് ഊരുകാർ കണക്കാക്കുന്നു. പൂർവികരുടെ ഒരു ആനന്ദ കണ്ണീരാണ്. എൻ്റെ ഒപ്പം നിന്ന ആൾക്കാരെല്ലാവരും മൺമറഞ്ഞുപോയി. അവരുടെ ഒരു സ്വപ്നം കൂടിയാണിത്. നാട്ടുകാരുടെ സന്തോഷത്തിൽ പങ്കാളിയായി പാട്ടിനൊത്ത് റവന്യൂ മന്ത്രിയും ചുവടുവെച്ച് ആഘോഷിച്ചു. ഒരു നാടിനാകെ കുടിവെള്ളം നൽകാൻ കുടിയൊഴിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് അങ്ങനെ 6 പതിറ്റാണ്ടിനപ്പുറം നീതി ലഭിച്ചു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.